ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 42 മുതലുള്ള ചില വചനങ്ങൾ, 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 24:42 മുതൽ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ തന്നെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ ആഗമനം അത് ആഘോഷിക്കുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ ക്രിസ്മസ് എന്ന് പറയുന്നത്. ചില രാജ്യങ്ങളിൽ ഡിസംബർ 25 അവർ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. ജനുവരി 7 തീയതിയൊക്കെയാണ്. എങ്കിലും ആഗോള വ്യാപകമായി AD 4 മുതലാണ് ക്രിസ്മസ് ആഘോഷം തുടങ്ങിയത്. എന്തായാലും ക്രിസ്തു ജനിച്ചു എന്നുള്ളത് ഒരു ചരിത്ര സത്യം. ക്രിസ്തു ജനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ വേദപുസ്തകത്തിൽ എബ്രായർക്ക് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ഭൂമിയിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അതുകൊണ്ടാണ് ഒരു ഡേറ്റ് ഓഫ് ബർത്തായിട്ട് ക്രിസ്തുവിൻ്റെ ജനനത്തെ വേദപുസ്തകത്തിൽ ഒരിടത്തും ഇത്രാം മാസം ഇത്രാം തീയതി എന്നൊന്നും കൊടുത്തിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾക്ക് ഡേറ്റും വർഷമൊക്കെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ വാസ്തവത്തിൽ ക്രിസ്തു ഭൂമിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ദൈവരൂപത്തിലിരിക്കുന്നവൻ മനുഷ്യ സാദൃശ്യത്തിലായി അത് കന്യക മറിയയിലൂടെ ഈ ഭൂമിയിലേക്ക് താൻ പ്രവേശിച്ചു. എബ്രായർക്ക് ലേഖനം 1 അധ്യായത്തിൽ ആ വാക്യം നമുക്ക് കാണുവാനായി കഴിയും. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് പ്രവചനങ്ങളുടെ നിവൃത്തീകരണമായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഉൽപ്പത്തി മുതൽ ഉള്ള പ്രവചനങ്ങളാണ്. ആദാമിനെയും ഹൗവയെയും സാക്ഷി നിർത്തി പിതാവായ ദൈവം പിശാചിനോട് പറയുന്നതാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനമായി നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം 15 വാക്യത്തിൽ സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും എന്നവിടെ പറഞ്ഞിരിക്കുകയാണ്. സ്ത്രീയുടെ സന്തതി. വീണ്ടും യെശയ്യാ പ്രവചനം 7 അധ്യായം 14 വാക്യത്തിൽ നമ്മളവിടെ വായിക്കുമ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അത് ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന ഒരു അടയാളമായിരിക്കും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് യേശു ജനിക്കുന്നതിന് 800 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും എന്ന് പിശാചിനോട് പറയുമ്പോൾ അന്ന് എഴുത്തുമില്ല, വായനയുമില്ല. 1500 വർഷം കഴിഞ്ഞാണ് മോശ അത് രേഖപ്പെടുത്തുന്നത്. വീണ്ടും 1500 വർഷം കഴിഞ്ഞാണ് സ്ത്രീയുടെ സന്തതിയായി ദൈവപുത്രനായി ക്രിസ്തു ഈ ഭൂമിയിൽ പ്രവേശിക്കുന്നത് അഥവാ ജനിക്കുന്നത്. 3000 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ഭൂമിയുടെ കണക്കിൽ എത്ര 1000 വർഷം കഴിഞ്ഞാലും അത് നിറവേറപ്പെടും. നമുക്കറിയാം ദിവസങ്ങളും കാലങ്ങളും ആണ്ടുകളുമെല്ലാം ഈ സോളാർ സിസ്റ്റത്തിലാണുള്ളത്. ഇതിനപ്പുറം കാലമില്ല. അതാണ് ഭക്തനിങ്ങനെ പാടിയിരിക്കുന്നത്. വേദത്തിലുള്ള കാര്യം തന്നെയാണ്. രാവും അന്ധകാരം വെയിൽ ശീതവും അങ്ങില്ലേ, ദീപതുല്യം ശുദ്ധരങ്ങ് ശോഭിച്ചിടുന്നേ. അപ്പോൾ നിത്യതയിൽ കാലമില്ല. ഇവിടെ ഈ സോളാർ സിസ്റ്റത്തിലാണ് രാത്രിയും പകലും എല്ലാം ഒക്കെ ഉള്ളത്. ഈ സോളാർ സിസ്റ്റത്തിൻ്റെ കാലം തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം ഭൂമിയിലെ ഒരു വർഷം എന്ന് പറയുന്ന 365
5 ദിവസം, 5.25 ദിവസം എന്ന് പറയുന്ന ഒരു വർഷം. ഈ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും അങ്ങേറ്റത്തെ ഗ്രഹമായ നെപ്റ്റ്യൂൺ, അത് അവിടെ ഒരു വർഷമാകുന്നതിന് ഭൂമിയിലെ 250 വർഷം വേണം. ഭൂമിയിലെ ഒരു വർഷം എന്ന് പറയും പോലെ നെപ്റ്റ്യൂണിലെ ഒരു വർഷം എന്ന് പറയുന്നത് ഭൂമിയുടെ കണക്കനുസരിച്ച് 250 വർഷമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് പോയിട്ട് 8 വർഷത്തിൽ അധികം ആയതേ ഉള്ളൂ. 2000 വർഷത്തെ നമ്മൾ 250 കൊണ്ട് ഭാഗിച്ചാൽ. അപ്പോൾ കാലങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുന്നത് BC 8-ാം നൂറ്റാണ്ടിലാണ്. 800 വർഷങ്ങൾക്ക് ശേഷമാണ് അത് സംഭവിക്കുന്നത്. മാത്രമല്ല യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ യെശയ്യാവിലൂടെ പ്രവചിക്കുന്ന ഭാഗം, ക്രിസ്മസിനൊക്കെ നമ്മൾ ആ വാക്യങ്ങളൊക്കെ കരോളിനൊക്കെ വീടുകളിൽ പോയി വിളിച്ചു പറയുന്ന ഒരു വാക്യമാണ്. നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അത് നിവർത്തിക്കും. അപ്പൊ അത് നിവർത്തിക്കപ്പെട്ടത് 800 വർഷങ്ങൾക്ക് ശേഷമാണ്. മറിയടുത്ത് ദൂതൻ വന്ന് പറയുന്നത് ഒരു തരത്തിൽ ഇതേ കാര്യങ്ങളാണ് ആവർത്തിച്ച് മറിയോട് പറയുന്നത്. നമ്മൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 28 മുതൽ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 28 മുതൽ, ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഇനിയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 7 കാര്യങ്ങൾ അവിടെ പറയുകയാണ്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല. അപ്പോൾ 7 കാര്യങ്ങൾ അവിടെ പറയുകയാണ്. ഇതിൽ 4 സംഭവിച്ചു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംഭവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത 4 കാര്യങ്ങൾ സംഭവിച്ചു. അതാണ് മറിയ അത്ഭുതത്തോടെ ചോദിക്കുന്നത്, പുരുഷനെ അറിയായിയാൽ ഇതെങ്ങനെ സംഭവിക്കും? അപ്പോഴാണ് ദൂതൻ പറയുന്ന, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പിന്നെ എലിസബത്തിൻ്റെയും കാര്യം അവിടെ പറയുകയാണ്. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല എന്നും ദൂതൻ പറയുന്നുണ്ട്. മറിയയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ കർത്താവിൻ്റെ ദാസി, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതാണ് ആമേൻ എന്ന് പറയുന്നത്. പറഞ്ഞതുപോലെ, അവിടുത്തെ വാക്കുപോലെ ഭവിക്കട്ടെ. അത് സംഭവിച്ചു. 4 കാര്യങ്ങൾ സംഭവിച്ചു. കന്യക ഗർഭിണിയായി ഒരു മകനെ തന്നെ പ്രസവിച്ചു. യേശു എന്ന് പേർ വിളിക്കപ്പെട്ടു. അവൻ വലിയവനായി, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെട്ടു. ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത് നമുക്ക് നന്നായിട്ട് അറിയാം. യേശു സ്നാനപ്പെടുമ്പോഴാണ് ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. ജനിക്കുമ്പോൾ യേശു എന്ന് പേരിടണമെന്ന് യോസഫിനോടും മറിയോടും പറഞ്ഞു. യോസഫിനോട് പറഞ്ഞ ഭാഗമാണ് നമ്മൾ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 20-21 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്.
കാരണം മറിയ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ യോസഫ് മറിയെ ഗൂഢമായി ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. കാരണം താൻ യോസഫ് നീതിമാനായൊരു മനുഷ്യനെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അല്പം മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും കൂടെയാണ്. ന്യായപ്രമാണ പ്രകാരം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലാം. പക്ഷേ യോസഫ് വിചാരിക്കുകയാണ്, പോട്ടെ, അവൾക്ക് എന്തോ അബദ്ധം പറ്റിക്കാണും, അവളെ ഗൂഢമായി ആരും അറിയാതെ അങ്ങ് ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനാകുന്നത്. മത്തായി 1:20 മുതൽ. കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശുവെന്ന് പേരിടണം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം, യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിപ്പാൻ ഇതൊക്കെയും സംഭവിച്ചു. നമ്മൾ വായിച്ചു, യെശയ്യാവ് 7:14 അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രവചനങ്ങളുടെ നിവർത്തീകരണം 4 കാര്യങ്ങൾ സംഭവിച്ചു. ഇനി 3 കാര്യങ്ങൾ സംഭവിക്കണം. അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിങ്കലാണ്. അപ്പോൾ ഒന്നാമത്തെ വരവ് പ്രവചിച്ച് 1000 വർഷങ്ങൾ കഴിഞ്ഞാണത് സംഭവിച്ചത്. അതുപോലെ എത്ര 1000 വർഷം കഴിഞ്ഞാലും കർത്താവ് വീണ്ടും വരും. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഒരുങ്ങിയിരിക്കുവാനായി പറയുന്നത്. കാരണം മരണശേഷം ഒരുങ്ങാൻ സമയമില്ല, മരണശേഷം ഒരുക്കം ഇല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വരവെന്ന് പറയുന്നത് അവൻ മരിച്ചാലും ജീവിച്ചിരുന്നാലും പ്രാധാന്യമാണ്. കാരണം ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിൽ ജീവിക്കുന്നവർ രൂപാന്തരപ്പെടും. അത് കർത്താവിൻ്റെ വരവിങ്കൽ സംഭവിക്കുന്നതാണ്. ആ വരവിനെ കുറിച്ച് പറയുന്നത് സമാഗമനമെന്നാണ്. നമ്മൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 1-ാം വാക്യം, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 1-ാം വാക്യം. ഈ സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം. കാരണം കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വരുമ്പോൾ ഭൂമിയിലേക്ക് വരുന്നില്ല, മധ്യാകാശത്തിലാണ് താൻ വരുന്നത്. മധ്യാകാശത്തിൽ താൻ വരുമ്പോൾ നാം അവിടത്തേക്ക് പോവുകയാണ്. ആ മേഘങ്ങളിൽ നാം എടുക്കപ്പെടുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. അപ്പോൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അത് ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. അതുകൊണ്ട് വല്ല ആത്മാവിനാലോ ഞങ്ങൾ എഴുതിയെന്നുള്ള ലേഖനത്താലോ നിങ്ങൾ ഇളകിപ്പോകരുത്, സുബോധം വിട്ട് ഇളകിപ്പോകരുത്. അപ്പോൾ വളരെ സുബോധത്തോടെ ശാന്തതയോടുകൂടെ ജീവിച്ച് കർത്താവിൻ്റെ വരവിനെ എതിരേൽക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്മാവ് അത് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് തരുന്ന ഓരോ അവസരവും അത് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാനുള്ളതാണ്. അപ്പോസ്തലനായ പത്രോസ് എഴുതിയിരിക്കുന്നത്, പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. എന്നാൽ അടുത്ത ഭാഗത്ത് പറയുന്നത് അല്പം കൂടെ ഗൗരവമേറിയൊരു കാര്യമാണ്. 2 പത്രോസ് 3-ാം അധ്യായം 14. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചും കൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ. നമ്മളൊരു കർത്താവിൻ്റെ വരവെന്ന് പറയുമ്പോൾ ഒരു ഭയപ്പെടലല്ല, ഒരു പരിഭ്രാന്തിയല്ല, സമാധാനത്തോടെ
സമാധാനത്തോടെ അവൻ്റെ വരവിനായി നമ്മൾ കാത്തിരിക്കണം. നമ്മുടെ അനുദിന ജോലികളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഒരു പ്രത്യാശയോടുള്ള ഒരു കാത്തിരിപ്പ്, ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഭരിക്കണം. കാരണം ലോകം അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരിടത്തും സ്വസ്ഥതയില്ല, ഒരിടത്തും സമാധാനമില്ല, ദുഷ്ടത പെരുകി, വക്രത പെരുകി, അതേ അധർമ്മം പെരുകി. അപ്പോൾ ഇതിൻ്റെ നടുവിലാണ് അതേ മരണം എന്ന് പറയുന്നത്. ആർക്ക് എപ്പോൾ സംഭവിക്കുന്നൊന്നും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത പോലെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവിൻ്റെ വരവ് പ്രതീക്ഷിച്ചും കൊണ്ട് ജീവിക്കുക. അത് നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മെക്കുറിച്ച് അത് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നാം വായിച്ച സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കണ്ടു, കള്ളൻ വരുന്നത് പോലെയാണ് കർത്താവ് വരുന്നത്. കള്ളൻ വരുന്നത് പോലെ, കള്ളനായിട്ടല്ല കർത്താവ് വരുന്നത്, കള്ളൻ വരുന്നത് പോലെ. കള്ളൻ വരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ സമയം അറിയിക്കാതെയാണ് കള്ളൻ വരുന്നത്. പക്ഷേ സാധാരണഗതിയിൽ കള്ളൻ വരുന്നത് തൻ്റേതല്ലാത്തത് മോഷ്ടിക്കുവാനാണ്. നമുക്കറിയാം, ഇന്ന് രാവിലെ നമ്മളുടെ വാർത്താ മാധ്യമത്തിൽ ഒരു വലിയൊരു കവർച്ച നമ്മൾ കേട്ടു കാണും. അതാണ് 1 കോടി രൂപയും 300 പവനും കവർച്ച ചെയ്യപ്പെട്ടു കേരളത്തിൽ. അപ്പോൾ അതൊരു ബിസിനസ്മാൻ്റെ, സുഹൃത്തിൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയായിരുന്നു മധുരയിൽ. തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നാണ് കവർച്ച ചെയ്യപ്പെട്ടതെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത്രയും വലിയൊരു തുക, 1 കോടി രൂപയും 300 പവൻ സ്വർണവും കവർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ കള്ളം വരുന്നത് സാധാരണഗതിയിൽ അവൻ്റേതല്ലാത്തതെടുക്കാനാണ് വരുന്നത്. പക്ഷേ യേശു കർത്താവിൻ്റെ വരവിന് ഒരു പ്രത്യേകതയുണ്ട്. തൻ്റെത് മാത്രമേ താൻ കൊണ്ടുപോകത്തുള്ളൂ, തനിക്കുള്ളത് മാത്രമേ താൻ കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ വരവ്, കർത്താവ് തന്നെ തൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം നമുക്കറിയാവുന്ന സുപരിതമായൊരു ഭാഗമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോവുകയാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ കർത്താവ് ഒരിക്കലും കള്ളം പറയത്തില്ല. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ദൂതന്മാർ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അപ്പോൾ ദൂതന്മാർ ഒരിക്കലും കള്ളം പറയത്തില്ല. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയാണ് ദൂതന്മാർ. അവൻ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ അവൻ മേഘങ്ങളിൽ വരും. അത് എത്ര 1000 വർഷം കഴിഞ്ഞാലും വരും. അപ്പോൾ കർത്താവിൻ്റെ വരവിനായി നമ്മൾ ഒരുക്കപ്പെടാതിരിക്കുകയും കർത്താവിൻ്റെ വരവിങ്കൽ കൈവിടപ്പെടുകയും ചെയ്താൽ പിന്നെ ഉണ്ടാകുന്ന സംഭവങ്ങൾ വളരെ വളരെ സീരിയസ് ആണ്. മനുഷ്യന് മരിക്കാൻ പറ്റൂലെന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 4 മുതൽ. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്ര ഇല്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേട് വരുത്തരുതെന്ന് അതിന് കൽപ്പന ഉണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിക്കാൻ അത്രേ
അതേ അധികാരം ലഭിച്ചത്. ആ അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. ആ ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും, മരിക്കാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. എന്തൊരു ഭയങ്കരമല്ലേ! ഒന്ന് മരിച്ചെങ്കിൽ മതിയായിരുന്നു. അയ്യോ, വേദന സഹിക്കാൻ വയ്യ. ഇന്നൊരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നു. പക്ഷെ അന്ന് ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റത്തില്ല. മരണം അവരെ വിട്ട് പോയി. മരിക്കാൻ പറ്റാത്ത ഒരു കാലം വരുന്നു. അപ്പൊ ഇതൊക്കെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. യോഹന്നാനുണ്ടായ വെളിപ്പാട്, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. അത് ലേഖന പുസ്തകമൊന്നും അല്ല, അത് ചരിത്ര പുസ്തകമല്ല. ചിലർക്കൊന്നും അറിഞ്ഞുകൂടാ. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഇന്നത്തെ ലേഖന ഭാഗം വെളിപ്പാട് എന്ന് പറഞ്ഞൊക്കെ വായിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അപ്പൊ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്തവരെ ശത്രു ആക്രമിക്കും. തേളിൻ്റെ കുത്ത് കൊള്ളുന്നത് പോലെയുള്ള വല്ലാത്ത വേദന. മരിച്ചെങ്കിൽ കൊള്ളാമെന്ന്, മരിച്ചെങ്കിൽ മതിയായിരുന്നു, മരണത്തിനായി കൊതിക്കുമെന്ന വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ മരിക്കാൻ കഴിയാത്തൊരവസ്ഥ. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിങ്കൽ നാം ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ മുദ്ര നമ്മൾ പ്രാപിച്ചിരിക്കണം. അത് പ്രാപിച്ചു എന്നുള്ള ഉറപ്പ് വേണം. എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യം, 13 മുതലുള്ള വാക്യങ്ങൾ. എഫേസ്യർ 1:13 മുതൽ. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും, സുവിശേഷം എന്ന സത്യവചനം. നമ്മൾ ക്രിസ്തു മതക്കാരായിരിക്കുന്നുവോ അതോ ക്രിസ്തു മാർഗക്കാരായിരിക്കുന്നുവോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്തു മതം മനുഷ്യനെ ചതിക്കുന്നതാണ്. ക്രിസ്തു മതം പറയും നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, നിങ്ങളെല്ലാവരും ഞങ്ങൾ സ്വർഗത്തിലേക്ക് അയക്കും, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടേണ്ട, ഞങ്ങൾ തരേണ്ട പൈസകളൊക്കെ കറക്റ്റായിട്ടൊക്കെ തന്നാൽ മതി. പക്ഷെ യേശു ക്രിസ്തുവിൻ്റെത് മാർഗമാണ്, അത് വഴിയാണ്. ആ വഴിയിൽ യാത്ര ചെയ്യുന്നതിന് ചില നിയമങ്ങളുണ്ട്, കൽപ്പനകളുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് അനുസരിക്കാനുള്ളതാണ്, വിശ്വസിക്കാൻ മാത്രമുള്ളതല്ല. പലരും വിചാരിക്കുന്നു എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ സുവിശേഷം വിശ്വസിക്കാൻ മാത്രമുള്ളതല്ല, അത് അനുസരിക്കാനുള്ളതാണ്. നമുക്ക് അവിടെ ഇടയ്ക്കൊരു വാക്യത്തിലേക്ക് പോയിട്ട് ഇതിലേക്ക് വരാം വീണ്ടും. 1 പത്രോസ് 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 1 പത്രോസ് 4:17, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ പാപിയുടെയും അഭക്തൻ്റെയും ഗതി എന്താകും? അപ്പോൾ സുവിശേഷം അനുസരിക്കാനുള്ളതാണ്. യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നുവെങ്കിൽ അനുസരണമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ പാപങ്ങൾക്ക് മരിച്ചവനായി തീരണം. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ എനിക്ക് ഏറ്റെടുക്കാൻ കഴിയത്തില്ല, അത് കർത്താവ് ഏറ്റെടുത്തു. ഞാനത് ഹൃദയപൂർവ്വം വിശ്വസിക്കുമ്പോൾ ഞാൻ പാപത്തിൽ ജീവിക്കരുത്. അപ്പോൾ അതാണ് സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേട്ടിട്ട്. എഫേസ്യർ 1-ലേക്ക് വന്നു, 13-ാം വാക്യം കേട്ടിട്ട് അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരം, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വാഹനം, ഇതെല്ലാം വാങ്ങുന്നതിന് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു അഡ്വാൻസ് കൊടുക്കും. ഒരു വസ്തു വാങ്ങണമെങ്കിൽ അതിന് അഡ്വാൻസ് കൊടുക്കും. ആ പദമാണ് പഴയ മലയാളത്തിൽ അച്ചാരം.
നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ എനിക്കൊരു ദൈവം എൻ്റെ വിശ്വാസത്തെ അംഗീകരിച്ച് സീൽ ചെയ്ത് അതേ എനിക്കൊരു അഡ്വാൻസ് തന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു അഡ്വാൻസാണ്. പരിശുദ്ധാത്മാവാണ് പിന്നെ നമ്മെ ദൈവഹിതപ്രകാരം ഒരുക്കുന്നത്, മണവാട്ടിയായി ഒരുക്കുന്ന ഒരു ബ്യൂട്ടീഷ്യനാണ്. കർത്താവിൻ്റെ വരവിനായി ഒരുക്കുന്ന. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുമ്പോൾ അതിൻ്റെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ, കൂടാരമായ ഭവനം കഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വിശ്വസിക്കുന്നല്ല, അറിയുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്ന ദൈവം തന്നെ. ദൈവം നമ്മെ ഒരുക്കുകയാണ് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെടാത്തൊരു വ്യക്തിക്ക് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാൻ പറ്റത്തില്ല, തനിയെ ഒരുങ്ങാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെ ഇന്ന് പലരും മാറ്റി നിർത്തുന്നു. കാരണം പരിശുദ്ധാത്മാവിനെ പലരും തിരുവചനപ്രകാരം മനസ്സിലാക്കാതെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പല രീതിയിലുള്ള പഠിപ്പിക്കലുകൾ, പല പ്രകടനങ്ങൾ, മാനിഫെസ്റ്റേഷൻസ് കാണുമ്പോൾ ഇതാണ് പരിശുദ്ധാത്മാവെന്ന് വിചാരിച്ച് പലരും പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ ഭയപ്പെടുന്നു. പിന്നെ ഒരു തരത്തിൽ ചിലരങ്ങ് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവ് ഉണ്ട്. എന്നാൽ വേദോസ്തം ഒരിക്കലും എല്ലാവർക്കും പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഉള്ള ആത്മാവ് മനുഷ്യാത്മാവാണ്, മനുഷ്യൻ്റെ ആത്മാവ്, അതെല്ലാവർക്കും ഉണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ട ആത്മാവായിട്ടാണ് തിരുവചനത്തിൽ യേശു കർത്താവ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. അപ്പൊ യാചിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. എല്ലാവർക്കും ഉള്ള ആത്മാവ് മനുഷ്യാത്മാവ്. യേശു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ നുകമേറ്റ് എന്നിൽ നിന്ന് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അല്ല പരിശുദ്ധാത്മാവിന് ആശ്വാസം കണ്ടെത്തുമെന്നല്ല, നിങ്ങളുടെ ആത്മാവിന് ആശ്വാസം കണ്ടെത്തും. 3 യോഹന്നാൻ 2-ാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്നത്, 3 യോഹന്നാൻ 2-ാം വാക്യം, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതാണ്. നമുക്ക് നോക്കാം 2 വാക്യങ്ങളുടെ റോമർക്ക് ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14 മുതൽ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകും. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ, ദൈവാത്മാവിനെ നടത്തുന്നവരല്ല, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കളാണ്. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് അടിമത്വത്തിന്റെ ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, പിതാവേ എന്ന് വിളിക്കുന്ന പ്രാപിച്ചത്. ഇല്ലാത്തതാണ് പ്രാപിച്ചത്. വീണ്ടും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യേശു കർത്താവ് തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 16 മുതൽ നാം വായിക്കുമ്പോൾ യേശു പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, അതാണ് തൊട്ടുമുള്ളത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നേക്കും കൂടെ ഇരിക്കുന്ന ആത്മാവാണ്.
നമ്മൾ കൂടി വരുമ്പോൾ എന്തോ ആത്മാവിൻ്റെ പ്രവർത്തനം എന്നാണ് പലരും വിചാരിക്കുന്നത്. നല്ലൊരു ദൈവ സാന്നിധ്യമായിരുന്നു, ദൈവാത്മാവിൻ്റെ വലിയ ഇടപെടലുണ്ടായിരുന്നു, കൂട്ടായ്മ കഴിഞ്ഞപ്പോൾ ഓക്കെ ഗുഡ് ബൈ, അടുത്ത കൂട്ടായ്മയ്ക്ക് കാണാം. ഇല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നേക്കും കൂടെ ഇരിക്കേണ്ടതിന്. ഇന്ന് 27, നാളെ 28. എൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ഞാൻ സ്വീകരിച്ചിട്ട് 45 വർഷമാകാൻ പോവുകയാണ്. 45 years. വീഴ്ചകൾ ഒരുപാട് വന്നിട്ടുണ്ട്, താഴ്ചകൾ ഒരുപാട് വന്നിട്ടുണ്ട്, അനുസരണക്കേടുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ കൂടെ ഇരുന്ന് ധൈര്യപ്പെടുത്തുന്ന, കൂടെ ഇരുന്ന് ഉപദേശിക്കുന്ന, കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്ന ആശ്വാസപ്രദൻ തന്നെയാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നതിൽ എനിക്ക് അത്യന്തം സന്തോഷമാണ്. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ വരാതിരുന്നെങ്കിൽ ഞാനിന്ന് ഭൂമിക്ക് മുകളിൽ കാണത്തില്ല. അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഇതുപോലെ ഒരു കർത്താവിൻ്റെ വചനവുമെടുത്ത് നിൽക്കാൻ എനിക്ക് കഴിയത്തില്ലായിരുന്നു. അപ്പോൾ എന്നിട്ട് അവിടെ യേശു കർത്താവ് പറഞ്ഞു, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ ലോകക്കാർക്ക് ഇത് ലഭിക്കത്തില്ല. അത് പ്രാപിക്കേണ്ട ഒന്നാണ്. അത് ലോകക്കാർക്കില്ല. ലോകക്കാർക്കുള്ള ആത്മാവ് ലോകത്തിൻ്റെ ആത്മാവാണ്. 1 കൊരിന്ത്യർ 2-11 ഈ 3 ആത്മാക്കളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 2-11. മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആരറിയുന്നു? ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഒരു വ്യക്തി പ്രാപിക്കാതെ തന്നെ അവൻ്റെ ഉള്ളിൽ കയറുന്നു, അനുവാദം കൂടാതെ അകത്ത് കയറുന്ന ആത്മാവാണ് ലോകത്തിൻ്റെ ആത്മാവ്, പിശാചിൻ്റെ ആത്മാവ്, ദുരാത്മാവ്. അത് ആരുടെ അനുവാദം ചോദിക്കില്ല. പരിശുദ്ധാത്മാവ് അനുവാദമില്ലാതെ ആരുടെ ഉള്ളിലേക്കും പ്രവേശിക്കത്തില്ല. നന്നായി നമ്മളിത് മനസ്സിലാക്കണം. ഇപ്പം ലോകത്തിൻ്റെ ആത്മാവ് അനുസരണക്കേടിൻ്റെ ആത്മാവാണ്, അശുദ്ധിയുടെ ആത്മാവാണ്, വക്രതയുടെ ആത്മാവാണ്, കൗശല ബുദ്ധിയുടെ ആത്മാവാണ്. അപ്പം അത് അനുവാദം വേണ്ട. ഒഴിഞ്ഞു കിടക്കുന്നെങ്കിൽ അവിടെ ഇടിച്ചു കയറും. നമുക്കറിയാം, യേശു കർത്താവ് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോയ ശേഷം വീണ്ടും ആ മനുഷ്യനിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് യേശു കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മത്തായി സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട് നീരില്ലാത്ത സ്ഥലങ്ങളിൽ തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഒരിടത്തും തനിക്ക് സ്ഥലം കിട്ടിയില്ല. 12-ാം അധ്യായം മത്തായി 12:44 മുതൽ. ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും. നോക്കണേ, ഞാൻ പറയുന്നത് ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻ്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങി ചെല്ലും. കാരണം എത്രയോ വർഷങ്ങളായി താമസിച്ച് സ്വന്തം വീടാക്കി വെച്ചിരുന്ന ആളാണ്. എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും. അവിടെ ചെന്ന് നോക്കിയപ്പോൾ പിന്നെ അവൻ പുറപ്പെട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഉടനെ വന്നു അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ച് അടുത്ത വാടക കൊടുക്കട്ടേക്കും പോലെ ക്ലീൻ ചെയ്തിട്ടിരിക്കുക. അകത്ത് താമസിപ്പിക്കേണ്ടവനെ താമസിപ്പിച്ചില്ല. അശുദ്ധാത്മാവ് പോയി, ഓക്കെ, അശുദ്ധാത്മാവ് പോയി കഴിഞ്ഞാൽ ഉടനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോളണം. നമ്മൾ പ്രാർത്ഥിച്ച് പലപ്പോഴും വിടുതൽ പ്രാപിക്കുന്നു. വിടുതൽ പ്രാപിച്ച് ആ വിടുതൽ ദിവസങ്ങൾ പോലും നിലനിൽക്കുന്നില്ല. കാരണം എന്താ? പ്രാപിക്കേണ്ട ആത്മാവിനെ പ്രാപിച്ചില്ല. അതുകൊണ്ട് ആ വിടുതലിൽ നിലനിൽക്കുവാനായി കഴിയുന്നില്ല. പിന്നെ പറയുന്നു, അവിടെ യേശു കർത്താവ് പറയുകയാണ്, പിന്നെ അവൻ പുറപ്പെട്ട് ഈ വീട്ടിൽ നിന്ന് പോയ അശുദ്ധാത്മാവ് പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവരും അവിടെ കയറി അങ്ങ് പാർക്കുകയാണ്. ആരുടെ അനുവാദം ചോദിക്കുന്നൊന്നുമില്ല, കയറി പാർക്കുകയാണ്.
ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെ ഈ ദുഷ്ട തലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. ഇതൊരു വാണിംഗ് ആണ്, ഇത് ശാപമല്ല, ഇതൊരു വാണിംഗ് ആണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴിയിലൂടെ നടന്നില്ല എങ്കിൽ, വീണ്ടും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ, ദൈവത്തിൻ്റെ വചനത്തെ സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ പിന്നെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ വലിയ പാടാണ്. എബ്രായർക്ക് ലേഖനം 6-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നു. ഇന്ന് അനേകർ ഒരു കാലത്ത് കർത്താവിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെട്ടവർ, സുവിശേഷം എന്ന സത്യവചനം സത്യമായി പ്രസംഗിച്ചവർ, ഇപ്പോൾ അവർക്കത് പ്രസംഗിക്കുവാൻ കഴിയാതായി വരുന്നു. അവർ മതസൗഹാർദ്ദത്തിലേക്ക് പോകുന്നു, എക്യൂമിനിസത്തിലേക്ക് പോകുന്നു. സത്യസുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ അവർക്ക് ചങ്കൂറ്റമില്ലാതായി പോകുന്നു. നോക്കുക, അവിടെ എന്താണ് വായിക്കുന്നത്? എബ്രായർക്ക് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിച്ചവരാണ്. ആ വാക്കൊക്കെ നോക്കണം. നമ്മൾ സാധാരണ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നവരാണ്. ചിലരൊക്കെ പായസമൊക്കെ ഭയങ്കര ആസ്വദിച്ച് കഴിക്കും. ഇതുപോലെ ദൈവത്തിൻ്റെ ശക്തി ആസ്വദിച്ചവരാണ് ഒരു കാലത്ത്. സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിച്ചവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഇമ്പോസിബിൾ. വലിയ പാടാണ്. പഴയ ദൈവ സ്നേഹത്തിലേക്ക്, ദൈവ സത്യത്തിലേക്ക് അവരെ മടക്കി വരുത്താൻ വലിയ പാടാണ്. ഒരു വ്യക്തി പിന്മാറ്റത്തിലേക്ക് പോയി എന്നതിൻ്റെ അടയാളമാണ് ആ വ്യക്തിയിൽ ഉണ്ടായിരുന്ന ദൈവസ്നേഹം പോയി. മുമ്പ് ദൈവസ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം അറിയാം, പക്ഷേ ദൈവസ്നേഹം പോയി. പരിശുദ്ധാത്മാവ് നമ്മിൽ തരുന്നത് പ്രൈമറി ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം അത് ഇരുട്ടിനെ സ്നേഹിക്കുന്നതല്ല, അത് വെളിച്ചത്തെ സ്നേഹിക്കുന്നതാണ്. റോമർക്ക് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവസ്നേഹം. യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ എന്നല്ല, തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി നാം ഒരുങ്ങുമ്പോൾ നാം തനിയെ ഒരുങ്ങുന്നതല്ല, പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുന്നതാണ്. ദൈവസ്നേഹത്തിൽ നമ്മെ ഒരുക്കുന്നതാണ്. അത് വിശുദ്ധിയിലേക്ക് വളർത്തുന്നതാണ്. അശുദ്ധാത്മാവിന് യാതൊരു ഇടവും ലഭിക്കാതെ വണ്ണം നമ്മെ സുബോധമുള്ളതാക്കുന്നതാണ്. അതാണ് പറഞ്ഞത്, പിശാചിന് ഇടം കൊടുക്കരുത്. ഇതൊക്കെ ഒരു ആത്മീയ നിലവാരത്തിലേക്ക് വളർന്നവരോടാണ് ഇത് പറയുന്നത്. എവിടെയും പിശാച് അനുവാദമില്ലാതെ അടിച്ചു കയറും, സകലത്തെയും കുഴക്കിക്കളയും. അപ്പോൾ നെയ്തർ ഗീവ് എനി പ്ലേസ് ടു ഡെവിൾ. വളരെ സൂക്ഷ്മതയോടുകൂടെ ദൈവത്തിൻ്റെ സർവായുധവർഗം മുഴുവനും ധരിച്ച് അവനോട് എതിർത്ത് നിൽക്കണം. നമുക്ക് അവനെ ബന്ധിക്കാൻ പറ്റത്തില്ല, അവനോട് എതിർത്ത് നിൽക്കാനേ പറ്റത്തുള്ളൂ. യേശുവും പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കാനേ പറഞ്ഞുള്ളൂ, ബന്ധിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടെന്നെല്ലാം മലയാളത്തിൽ ട്രാൻസ്ലേഷനുണ്ട്. അതിൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ വരുമ്പോൾ ബലവാനെ കീഴടക്കിയിട്ടല്ലാതെ എന്നാണ്. ഓവർകം ചെയ്യണം, അതിജീവിക്കണം. അപ്പോൾ ഈ 2-ാം വരവിൻ്റെ കാലം അടുത്തു വരുമ്പോൾ
പിശാച് വളരെ ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു കാലം. വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ നാം നമ്മെ തന്നെ സൂക്ഷിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരായിരിക്കുക. ദൈവത്തിൻ്റെ മുദ്രയുള്ളവരായി ജീവിക്കുക. ഒരു വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. മിക്കവാറും പ്രാവശ്യം ഞാൻ ഈ വാക്യം ആവർത്തി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ. അപ്പോൾ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ്. എപ്പോൾ എവിടെ വെച്ച് മരിച്ചാലും. ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു മരണ വാർത്ത കേട്ടു. ഉച്ചയ്ക്ക് മക്കളുമായിട്ടെല്ലായിരുന്നു ഭക്ഷണം കഴിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വഴഞ്ഞു വീണ് മരിച്ചു. സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പ്രിപ്പയർഡായിരുന്നു. അപ്പോൾ ഈ മരണം എന്ന് പറയുന്നത് അനുവാദം ചോദിക്കാതെ വരുന്ന ആ കോമാളി എന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ എപ്പോൾ എവിടെ വെച്ച് മരിച്ചാലും നമ്മൾ പരിശുദ്ധാത്മാവിലായിരിക്കണം. പരിശുദ്ധാത്മാവിലായിരിക്കണം. നമ്മുടെ പൗരത്വം എവിടെയാണെന്നുള്ളത് മറന്നു പോകരുത്. ആ ഒരു വാക്യം കൂടെ ഓർമ്മയ്ക്ക് ദൈവാത്മാവ് കൊണ്ടുവരികയാണ്. ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെയാണ് നമ്മുടെ പേരുള്ളത്. അവിടെ പേരുണ്ടെന്ന് ഉറപ്പാക്കിയിരിക്കണം. ഇവിടെ എവിടെയൊക്കെ പേരുണ്ടെങ്കിൽ അത് ആ പേരിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അതെല്ലാം തിരുത്താനെല്ലാം നമ്മൾ ബന്ധപ്പെടാറുണ്ട്. പേരില്ലെങ്കിൽ ആകെ ടെൻഷനാണ്. ഇവിടുത്തെ റെക്കോർഡ്സിലൊക്കെ പേര് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പേരില്ലെങ്കിൽ. പക്ഷേ സ്വർഗത്തിൽ അനന്തമായി നമ്മൾ ജീവിക്കേണ്ട സ്ഥലത്ത് അവിടുത്തെ കുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ, ഇവിടെ പൗലോസ് ഉറപ്പോടെ പറയുക, നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് താൻ രക്ഷിതാവായിട്ടാണ് വരുന്നത്, ന്യായാധിപതിയായിട്ടല്ല. രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷയെ പൂർത്തീകരിക്കാൻ അവൻ രക്ഷിതാവായി വരുന്നു എന്ന് നാം കാത്തിരിക്കുന്നു. അവിടുന്ന് തനിക്ക് സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തിയാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അപ്പോഴാണ് സംഭവിക്കുന്നത്. ആത്മാവിന്റെ വീണ്ടെടുപ്പ് നേരത്തെ ലഭിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ആത്മസന്തോഷവും ആത്മാവിൽ ജീവനും എല്ലാം ഉള്ളത്. ശരീരം പഴയ ശരീരമാണ്, രോഗം വരുന്ന ശരീരം, ക്ഷീണിക്കുന്ന ശരീരം. പക്ഷേ ഈ സമയത്ത് ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. അതാണ് റോമർ 8:23 പറയുന്നത്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം. റോമർ 8:23. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തും കൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. കർത്താവിൻ്റെ വരവ് എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ നിശ്ചയമായും വരും. തൻ്റെ 1-ാം വരവ് ദൈവം പറഞ്ഞ 1000 വർഷം കഴിഞ്ഞാണ് അത് സംഭവിച്ചതുപോലെ അത് സംഭവിച്ചു. ഇതുപോലെ കർത്താവിൻ്റെ വരവും നിശ്ചയമായി സംഭവിക്കും. അവൻ്റെ സമാഗമനത്തിൽ നാം ജീവനോടെ ഇരുന്നാൽ രൂപാന്തരപ്പെടുവാൻ, നാം മരിച്ചു പോയാൽ ഉയർത്തെഴുന്നേൽക്കും. ആ ഒരു പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ഒരുങ്ങി, പരിശുദ്ധാത്മാവിനാൽ ഒരുങ്ങി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. മേഘധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിയിടും, നാമും ചേർന്ന് പാടും ദൂതതുല്യരായി. മേഘധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിയിടും, നാമും ചേർന്ന് പാടും ദൂതതുല്യരായി.